ഞങ്ങളും ആ ജനറേഷൻ തന്നെയാണ് മാഡം. പക്ഷെ നേരം വിളിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ഇവിടെ കയറി വന്നിട്ടില്ല. ഒന്നും മിണ്ടാതിരിക്കേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ മീറ്റിംഗ് ഉണ്ടെന്ന് മെസ്സേജ് വന്നിരുന്നു. പക്ഷെ എന്താ വിഷയമൊന്നും മെസ്സേജിലില്ല. നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല മാഡം. ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് മീറ്റിംഗ് തുടങ്ങുമ്പോഴേ അറിയാൻ കഴിയൂ. അതാണ് പ്രോട്ടോകോൾ. ഓക്കെ, അപ്പൊ കോൺഫറൻസ് ഹാളിൽ വെച്ച് കാണാം. ഓക്കെ മാഡം. നോക്ക് ശ്രീലക്ഷ്മി, ആരോടും സ്വന്തം പ്രോബ്ലം എന്താണെന്ന് ചാടിക്കരി പറയരുത്. സി, സാന്ദ്ര മാഡത്തിനെ കണ്ടിട്ടില്ലേ? ആകാശം ഇടിഞ്ഞു വീണാലും ഒന്നും സംഭവിക്കാത്ത പോലെ നിൽക്കും. അതുപോലെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ നിൽക്കാൻ പഠിക്കണം. എനിവേ, മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഫയൽ മിസ്സായതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, കമൺ ഫാസ്റ്റ്. രാവിലെ കോഫിക്ക് പകരം ഒരു നല്ല എനർജി ഡ്രിങ്ക് കഴിക്കാം. അതോടെ നമ്മുടെ തല വർക്കാവും, ഒപ്പം പ്രോബ്ലത്തിന്റെ സൊല്യൂഷനും. കമോൺ. ഇത് എന്തിന്റെ മീറ്റിംഗ് കണ്ടിരിക്കോ? ഞാൻ അറിഞ്ഞല്ലോ. ആ ചേട്ടായി, 20 വർഷം മുമ്പുള്ള കുറെ ഫയൽസ് ഡിലീറ്റ് ആയി. സോ അതെങ്ങനെ റിക്കവർ ചെയ്യാമെന്നതിനെ കുറിച്ച് ഞാനാ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. വാട്ട്? ഫയൽസ് ഡിലീറ്റ് ആയിരുന്നു? What the hell are you talking? സർ, ആക്ച്വലി ഡിലീറ്റ് ആയ ഫയൽസ് ഒക്കെ റിക്കവർ ആയി. പക്ഷേ താനാണ് കാരണക്കാരിന്ന് കരുതി ശ്രീലക്ഷ്മിക്ക് അത് പറയാൻ ധൈര്യമില്ലാന്ന് തോന്നുന്നു. അതെ അതെ, ശ്രീലക്ഷ്മി എന്ത് പേടിച്ച പോലെയാ നിൽക്കുന്നേ. അത്രേ ഉള്ളൂ പ്രോബ്ലം. ശ്രീലക്ഷ്മി, കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോ ഇത്തരം ഇഷ്യൂസ് കോമൺ ആണ്. എന്നിട്ടും താൻ എന്തിനാ അത് പറയാൻ ഇത്രയും പേടിക്കുന്ന എന്താന്നാ എനിക്ക് മനസ്സിലാത്തത്. സർ, അത് ആക്ച്വലി ഈ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്തത് നന്ദന. നന്ദൻ ഒറ്റൊരാളുടെ കഴിവുകൊണ്ട് മാത്രം ഫയൽസ് എല്ലാം റിക്കവർ ചെയ്യാൻ പറ്റിയത്. ഞാനിതിലൊന്നും ചെയ്തിട്ടില്ല. ശ്രീലക്ഷ്മി, എന്താ ഇത്? എല്ലാ ക്രെഡിറ്റും എനിക്ക് തന്ന് എന്നെ അങ്ങ് കൊമ്പത്ത് കേട്ടില്ലേ? ഞാൻ തന്നെ ഒന്ന് ജസ്റ്റ് സഹായിച്ചു, അത്രേ ഉള്ളൂ. അതാണ് സാർ സത്യം. സത്യം എന്തായാലും രണ്ടുപേരും കൂടി പ്രോബ്ലം സോൾവ് ചെയ്തു. ഗുഡ് ടീം വർക്ക്. വി ഷുഡ് അപ്രീഷിയേറ്റ് ദം, സർ. Yes. Good job, Nandan and Srilakshmi. Good work. Keep it up. By the by, Sandra, ഈ മീറ്റിംഗിനെ കുറിച്ച് താനെന്താ എന്നോട് പറയായിരുന്നു? സർ, ഈ മീറ്റിംഗ് എന്നെ അറിയിക്കാത്തത് എന്താന്ന്? സർ അത് എന്നോട് പറയായിരുന്നില്ലേ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ള കാര്യം? അത് പിന്നെ ചേട്ടായി, അത് ഫയൽസ് എല്ലാം റിക്കവർ ആയിട്ട് പറയാമെന്ന് കരുതിയ. സോറി ചേട്ടായി. പക്ഷേ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്നും അത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറയേണ്ട ഉത്തരവാദിത്വം സാൻഡ്രക്കുണ്ടായിരുന്നു. രഘുവല്ല അതിനുത്തരം പറയേണ്ട ആള്. യെസ് സർ, ഐ ഡു അണ്ടർസ്റ്റാൻഡ്. ബട്ട് ദെൻ ഐ തോട്ട് സർ ബിസി ആയിരിക്കുമെന്ന്. അതുമാത്രമല്ല, സാറിന് വെറുതെ അൺവാണ്ടഡ് ടെൻഷൻ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാ എല്ലാം സോൾവ് ആയി കഴിയുമ്പോ പറയാമെന്ന് വിചാരിച്ചിട്ടാ സർ. സർ, ഇഫ് ഐ എം റോങ്, ഐ എം സോറി സർ. ഇഫും പറ്റൊന്നുമല്ല, യു ആർ അബ്സല്യൂട്ട്ലി റോങ്. And don't be sorry, babe. Unwanted പോലും, unwanted. രവിവർമ്മന് ഈ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞു കാര്യം പോലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കമ്പനി ഇന്ന് ഈ നിലയിൽ വളർന്നതിന്റെ കാരണം എന്താണെന്നറിയോ തനിക്ക്? ഫൗണ്ടേഷൻ, ശക്തമായ ഫൗണ്ടേഷൻ. അതുണ്ടാക്കിയത് ഞാനാണ്, ഈ രവിചന്ദ്ര വർമ്മൻ. മേഡം ഇത് കഴിക്കൂ പ്ലീസ്. ഏത് തലവേദനയും പമ്പ കിടക്കും ഇപ്പൊ തന്നെ. ഇതെന്താ തലവേദനയ്ക്കുള്ള ചോക്ലേറ്റോ? അല്ലല്ല, ഇത് വെറും സാധാരണ ചോക്ലേറ്റാ. പക്ഷെ തലവേദന വരുമ്പോ
നമുക്ക് ഇഷ്ടമുള്ളത് വല്ലതും കഴിച്ചാ തലവേദന അപ്പം മാറും. അതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. അല്ല, ഉമാമണത്തിന് എന്താ ചോക്ലേറ്റ് ഇഷ്ടല്ല? ചോക്ലേറ്റ് ഒഴിക്കാൻ ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? ഹേയ് മാഡം, ഇതിൽ ഏജ് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? ഇത്ര വയസ്സ് വരെ കഴിക്കാവുന്ന? ഇല്ലല്ലോ. മാഡത്തിന് ഇഷ്ടമാണോ അല്ലയോ അതാദ്യം പറ. ഇഷ്ടമാണോന്ന് ചോദിച്ചാ That's enough. ഉത്തരം അതിൽ തന്നെയുണ്ട്. മാഡം, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. പ്രായം എന്നതേ വെറും ഒരു അക്കം മാത്രമാണ്, നത്തിങ് മോർ. മനസ്സിന് പ്രായമല്ലെന്ന് തോന്നുന്നുണ്ടോ നമുക്ക്? ഇല്ലേ ഇല്ല. ഐ തിങ്ക് മനസ്സിന്റെ പ്രായം എപ്പോഴും ചെറുപ്പമായിരിക്കുന്ന. അതുകൊണ്ട് ഈ ഓഫീസിലെ കൊച്ചുകുട്ടിക്ക് ചോക്ലേറ്റ് ധൈര്യമായിട്ട് കഴിക്കാം. പിടിക്കും. താങ്ക് യു. ഇനി പറയും, ഏജ് ഈസ് നത്തിങ് ബട്ട് എ നമ്പർ ഓൺലി. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നവരെന്ന കൈയടിച്ച് ഞാനൊന്ന് കാണട്ടെ. കമോൺ ക്ലാപ്പ്. സത്യം, വയസ്സിനും മനസ്സിനും തമ്മിൽ ഒരു ബന്ധമില്ലെന്നാ എനിക്ക് തോന്നുന്നു. സാറിനോട് പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ തന്നെ ആ പ്രശ്നം സോൾവ് ആയേനെന്നാ എനിക്ക് തോന്നുന്നത്. ഷേ, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും രവിവർമ്മൻ സാറിനോട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലടി. ഓഫീസിൽ അതിന്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും പ്രോബ്ലം സോൾവ് ആയല്ലോ, അത് തന്നെയാ സമാധാനം. പ്രോബ്ലം സോൾവ് ആയി. പക്ഷെ രവിവർമ്മൻ സാറിനെ കാണാൻ പറ്റിയില്ല. സാറിനോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചതാ, നടന്നില്ല. അതിന്റെ ഒരു വിഷമമുണ്ട് എനിക്ക്. ഓ, ഒരു ദിവസം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് വെച്ച് നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാലോ. എന്താ അതുപോരെ? എടി, അത് പിന്നീടുള്ള കാര്യല്ലേ. സാറിന്റെ മനസ്സിലുള്ളത് പറഞ്ഞതിന് ശേഷം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, അതാ വിഷമം. എന്തിന് ഒരു 5 മിനിറ്റ് സ്വസ്ഥായിട്ട് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഓ, എനിക്കിതിലൊന്നും ആലോചിക്കാനില്ലേ. പ്രേമത്തിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നിന്നെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. എന്നെ വിട്ടേക്ക്. അയ്യോ, എന്നെ തല്ലാതെ കാര്യം പറ, ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. രവിവർമ്മൻ സാർ ഐ ലവ് യു എന്ന് പറഞ്ഞ ശേഷം വേറെന്ത് പറഞ്ഞു? കൃഷ്ണ, പതുക്കെ, ആരെങ്കിലും കേക്കും. ശരി ശരി, സാർ പിന്നെന്ത് പറഞ്ഞു അത് പറ, കേക്കട്ടെ. സാറതൊക്കെ പറഞ്ഞത് ഞാൻ ഉറങ്ങുമ്പോഴാ. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാലല്ലേ അതിനർത്ഥമുള്ളൂ. അപ്പൊ മാത്രം ഞാനത് അംഗീകരിക്കൂ. ഓഹോ, അപ്പൊ നമ്മുടെ ശ്രീലക്ഷ്മി മേഡം ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ പാലിച്ച് പറഞ്ഞാലേ ഒരാളുടെ ലവ് അംഗീകരിക്കൂ? പിന്നല്ലാതെ, അതല്ലേ അതിന്റെ ഒരു ശരിയായ രീതി. എടി പോത്തെ, എന്റെ അഭിപ്രായത്തില് രവിവർമ്മൻ സാർ ആളൊരു പാവാ. നീ മറ്റുള്ളവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ക്യാൻറ്റീനിൽ പോയത് അദ്ദേഹം CCTVയിലൂടെ കണ്ടു കാണും. പിന്നെങ്ങനെയാ നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വരുന്നേ? സത്യം പറഞ്ഞ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ തന്നെ വിളിക്കാതെ വല്ലവരുടെയും കൂടെ പോയതിന് നിന്നോട് ദേഷ്യപ്പെട്ടേനെ. പക്ഷെ രവിവർമ്മൻ സാർ അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പൊ നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ? അതെ അല്ലേ? അതും ശരിയാണ്. ഓ, ഇപ്പോഴെങ്കിലും കത്തിയല്ലോ, മഹാഭാഗ്യം. ഇന്ന് ഓഫീസിലൊരു പ്രശ്നം ഉണ്ടായി. പക്ഷെ ദൈവം സഹായിച്ച് ആ പ്രശ്നം പിന്നീട് സോൾവ് ആക്കാനും പറ്റി. ആ സന്തോഷത്തിൽ എല്ലാരും നിർബന്ധിച്ചപ്പോ ഉച്ചയ്ക്ക് ക്യാൻറ്റീനിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നു. അതാ ഇത് കഴിക്കാൻ പറ്റാത്തത്. അതിനിപ്പോ രവിവർമ്മൻ സാറിന്റെ ഓഫീസിൽ നിനക്കെന്താ പ്രശ്നം മോളെ? സാറിനെ അറിയിച്ചില്ലേ കാര്യങ്ങള്? ഓ, അത്ര സീരിയസ് ഒന്നും അല്ല അച്ഛാ. കമ്പ്യൂട്ടറിലെ ഡേറ്റ എല്ലാം കറപ്റ്റ് ആയിപ്പോയി. പിന്നെ അതിനെ ക്ലിയർ ചെയ്യേണ്ടി വന്നു. കറപ്റ്റാ എന്ന് ചെന്തോടി കേസും മഴക്കും. ഹായ്, ഗുഡ് മോർണിംഗ് സർ. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. സാർ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ, അതും വെളുപ്പിന്? ഇവിടെ ടീ മേക്കറുണ്ട്, കോഫി,
ടീ എന്തെങ്കിലും എടുക്കട്ടെ സർ? ആരാ നീ? എന്തിനാ നീ വർമ്മൻ ഗ്രൂപ്പിന്റെ ഓഫീസിൽ ജോലിക്ക് ചേർന്നത്? അയ്യോ സർ, കൊല്ലരുത്. ഞാൻ വെറുതെ സാറിനെ ബോണ്ട്, ജെയിംസ് ബോണ്ട് എന്നൊക്കെ വെറുതെ തമാശക്ക് വിളിച്ചതാ. സാർ അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല സർ. നിർത്ത, മതി നിന്റെ നാടകമൊക്കെ. ടോം ആൻഡ് ജെറിയൊക്കെ കാണിച്ച് എന്നെ രസിപ്പിക്കാൻ ഞാനെന്താ നിന്റെ കളിപ്പിള്ളയാണെന്ന് കരുതിയോ നീ? അയ്യോ, എന്താ സാർ ഈ പറയുന്നേ? ഞാൻ സാറിനെ ടോം ആൻഡ് ജെറി കാണിച്ചു തന്നോ? എനിക്ക് വട്ടുണ്ടോ സാർ അങ്ങനെ ചെയ്യാൻ? അതും ഈ പ്രായത്തില് സാറിനെ ടോം ആൻഡ് ജെറിയൊക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക സർ? ചാച്ച, ഒരിക്കലും ഇല്ല. ഇത് വെറുതെ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സർ പ്ലീസ്, ആ ഗണ്ണൊന്ന് മാറ്റി പിടിക്കൂ. അറിയാതെ ട്രിഗർ എങ്ങാനൊന്നും അമർന്നാലേ എന്റെ കാര്യം ക്ലോസ് ആവും. ഏതായാലും വേസ്റ്റ് എടുപ്പിക്കാൻ നിങ്ങളുടെ കൊണ്ടാട്ടി കോർപ്പറേഷനിൽ പോവല്ലേ? ഇതും കൂടി അങ്ങ് എടുപ്പിച്ചാ മതി, ഇവിടെ വൃത്തിയായിക്കോളും. തന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. താൻ വലിയ കൊമ്പത്തെ ആളാണെന്ന് പറഞ്ഞിട്ട് ഇതാണല്ലോ തന്റെ നിലവാരം. എടോ, വിവരമുള്ള ഒരാളായിരുന്നെങ്കിൽ താൻ തന്നെ മുന്നിട്ടിറങ്ങി വേസ്റ്റ് എടുപ്പിക്കണമായിരുന്നു. ഇതെന്തോ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരുതരം തറപ്പണിയല്ലേ താൻ കാണിച്ചത്? അങ്കിൾ, ഇതൊട്ടും ശരിയായില്ല. അങ്കിൾ ഇപ്പൊ മനഃപൂർവ്വമല്ലേ അതിൽ വേസ്റ്റ് കൊണ്ടിട്ടത്? കേറിപ്പൊടിയാകത്ത് 2 വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. മൂത്തവര് സംസാരിക്കുന്നതിനിടയിൽ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നു. ശ്രീടച്ച, കടയിൽ പോവാൻ സമയായില്ലേ? വെറുതെ എന്തിനാ സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്? ശ്രീടച്ചൻ പോയേ, ചെല്ല്. വെറുതെ നിന്ന് സമയം കളയാതെ. ഓരോരോ ചവറുകള്. ചേട്ടാ മതി. ചവറിന് പിന്നെ ചവറെന്നല്ലാതെ വേറെ എന്തെന്നാ വിളിക്കേണ്ടത്? ഹലോ മാഡം, എന്തുപറ്റി? ഞാൻ എപ്പോഴും നിന്നെ പുറകെന്ന് വിളിക്കുന്നു. ആര് കേക്കാൻ? നിന്റെ കാര്യം വലിയ കഷ്ടമാണല്ലോ. ആണല്ലേ? രവിവർമ്മൻ സാറിന്റെ അസുഖം എനിക്കും തുടങ്ങിയെന്നാ തോന്നുന്നേ. എന്താ അസുഖം? നീ വിളിച്ചിട്ട് ഇപ്പൊ ഞാൻ കേൾക്കാതെ വന്നില്ലേ? സാറും ചിലപ്പോ അങ്ങനെയാ. ഞാൻ വിളിച്ചാ വിളി കേക്കില്ല, എന്തെങ്കിലും ചോദിച്ചാ ഉത്തരവും പറയില്ല. വേറെ ഏതോ ലോകത്തിലെ പോലെ ഇങ്ങനെ നടക്കും. പ്രേമത്തിന് ചെവി കേൾക്കില്ലായിരിക്കും. അതാ നീ വിളിച്ചപ്പോ ഞാൻ വിളിച്ചിട്ട് രവിവർമ്മൻ സാറും കേൾക്കാതെ പോയത്. പ്രേമിക്കുന്നവരുടെ കാതില് എപ്പോഴും നല്ല സംഗീതം മാത്ര കേൾക്ക. ഇടിവെട്ടി മഴ പെയ്താലും ഭൂകമ്പം വന്ന് ഭൂമി പിളർന്നാലും അവരറിയേയില്ല. എന്റെ അമ്മേ, ശ്രീ, നീ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് കേട്ടിട്ടേ ഇല്ലല്ലോ. പ്രേമമൂത്ത് നിനക്ക് വട്ടായോ? അല്ല കൃഷ്ണ, കോയമ്പത്തൂര് പോയ എന്നെ രവിവർമ്മൻ സാർ മടക്കിക്കൊണ്ടുവന്നു. പക്ഷെ ഇന്ന് പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ലീവാണെന്ന് അറിയിച്ചിരിക്ക. എന്നിട്ട് ഈ നിമിഷം വരെ സാർ ഒരു ഫോൺ പോലും വിളിച്ചിട്ടില്ലടി. ഞാൻ അത് ആലോചിച്ചുകൊണ്ട് നടന്നത്. എടി, അത് രവിചന്ദ്ര വർമ്മൻ, വർമ്മൻ ഗ്രൂപ്പിന്റെ ഉടമസ്ഥനാ. കോടികൾ വരുമാനമുള്ള വലിയ വ്യവസായി. അദ്ദേഹത്തിന് നിന്നെ ഫോൺ വിളിക്കാനാണോ എപ്പോഴും നേരം? അത് നീ പറയുന്ന നേരം സമ്മതിച്ചു. പക്ഷെ വർമ്മൻ ഗ്രൂപ്പിന്റെ തലവൻ രവിവർമ്മൻ സാറ് വേറെ, പ്രണയിക്കുന്ന രവിവർമ്മൻ സാറ് വേറെ. നീ നോക്കിക്കോ, അന്ന് സാറ് ആ ലോഡ്ജിൽ വെച്ച് ഐ ലവ് യു പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്ന് 5 മണിക്കുള്ളിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് സാറിനെ വിളിച്ചിരിക്കും. തീർച്ചയാ. അല്ല മാഡം, നിങ്ങൾ ഇത്ര കടുംപിടുത്തം പിടിക്കുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞങ്ങള് സാധാരണക്കാര് ഒരു ദിവസം ബില്ലടയ്ക്കാൻ വൈകിയ നിങ്ങൾ ഫൈൻ വാങ്ങൂലേ? കറണ്ട് ബില്ലടയ്ക്കാൻ താമസിച്ച ഫ്യൂസ് വരെ ഊരിക്കൊണ്ടു പോകും. പക്ഷെ നിങ്ങൾ സമയം തെറ്റിച്ചാൽ മാത്രം പാവങ്ങള് സഹിച്ചോണം. അതെവിടുത്തെ ന്യായ മാഡം? അതെ, കൂടുതൽ സംസാരിച്ച സമയം മെനക്കെടുത്തരുത്. നിങ്ങൾ പോയി മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരൂ. അത് കഴിഞ്ഞ് ഉടനെ ആളെ അയക്കാം. അപ്പോ ഈ താലി ഞാൻ സ്വന്തമായി ഉണ്ടാക്കി ഇട്ടേക്കുന്നതാണെന്നോ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ദേ, എന്റെ നാവിന്റെ കെട്ടങ്ങ് അഴിച്ചാലേ.
ഹലോ, എക്സ്ക്യൂസ് മീ. അവിടെ ഇരിക്കും മാഡം. എന്റെ കാര്യത്തിന് തീർപ്പാക്കിയിട്ട് നിങ്ങൾ പോയാ മതി. വിട്, മാറങ്ങോട്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇവിടെ? വീഡിയോ എടുക്കുകയാണോ? നോ മേഡം, നോ. ഇത് വെറും വീഡിയോ അല്ല, ഡയറക്റ്റ് ആയിട്ട് ഫേസ്ബുക്കിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുക. ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാര് സാധാരണക്കാരെ നെട്ടോട്ടവും കുറിയോട്ടവും ഓടിക്കുന്നത് എല്ലാവരും ഒന്ന് കാണട്ടെ. നോ നോ നോ, നിർത്ത്. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. സോറി മാഡം, ഒരു മിനിറ്റ് കൂടി നിങ്ങൾ ഇത് തുടരണം. ഇത് കോർപ്പറേഷൻ ചീഫിന്, മേയർക്ക്, ചീഫ് മിനിസ്റ്റർക്ക് എല്ലാവർക്കും ടാഗ് ചെയ്യണം എനിക്ക്. അല്ല മാഡം, ഈ സ്ത്രീയോട് എന്തോ ഡോക്യുമെന്റ്സ് ചോദിച്ചല്ലോ, അതൊന്നുകൂടി ഒന്ന് ചോദിക്കൂ. റെഡി, ആക്ഷൻ. നിർത്ത് പ്ലീസ്. ഞാൻ ഇവർക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാം. സാന്ദ്ര എന്താ ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോയത്? എന്തിനെ പറ്റി? അല്ല, ഇപ്പൊ ഇവിടെ എന്തോ പറഞ്ഞിട്ട് പോയില്ലേ, അതാ ചോദിച്ചേ. ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു, അത്രേ ഉള്ളൂ. വൈ? ഒന്നുമില്ല. ആ നജീബിനെ കൊണ്ട് ഫ്രൂട്ട്സ് വാങ്ങിപ്പിച്ച് പെടച്ചടച്ചിങ്ങോട്ട് വരുന്നത് കണ്ടു, നിന്റെ വിശപ്പടക്കാൻ. ഒന്ന് ഞാൻ പറയാം, ഇത്രയും ഡെഡിക്കേറ്റഡായി ജോലി ചെയ്യുന്നവർ വളരെ വിരളമാണ്. 24 മണിക്കൂറും കമ്പനിയെക്കുറിച്ചും നിന്നെക്കുറിച്ചും മാത്രമാ സാന്ദ്രയ്ക്ക് ശ്രദ്ധയുള്ളത്. അതൊക്കെ പറഞ്ഞ നിനക്ക് മനസ്സിലാവണ്ടേ, മുറ്റത്തെ മുല്ലയ്ക്ക് മണം കുറവാണല്ലോ. ഇത് നമ്മുടെ കമ്പനിയിലെ CCTV ഫുട്ടേജ് ആണല്ലോ. 7 ക്യാമറ വിഷ്വൽസ് ഉണ്ട്. ഇതിനെ എന്തിനാ പെൻഡ്രൈവിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് നടക്കുന്നത്? ഇതിനുള്ളിൽ ടോം ആൻഡ് ജെറി ആയിരുന്നു. ഇപ്പോഴത് വീണ്ടും CCTV ഫുട്ടേജ് ആയതാ. ഒന്നുമില്ല, ഇനി തന്നേക്ക്. മാഡം, ഇതൊരു എലിയുടെയും പൂച്ചയുടെയും കഥയാണ്. രാജാറാം ഒരു എലിയല്ല, പൂച്ചയുടെ വംശത്തിൽ ജനിച്ചൊരു പുലിയാണെന്ന് ഒരുത്തന്റെ മുന്നിലൊന്ന് തെളിയിക്കാനുണ്ട്. തെളിയിക്കും ഞാൻ. ഇതല്പം പേഴ്സണലാ, സിംപിളി പേഴ്സണൽ. എത്രയായി? ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു മാഡം. എന്ന് വെച്ചാ ഫോണിൽ കൂടെ പൈസ തന്നായിരുന്നോ? തന്നു മാഡം, ഫോണിൽ കൂടെ പൈസ പേ ചെയ്യാൻ പറ്റും. എന്തൊക്കെ പുരോഗമനങ്ങളല്ലേ. അല്ല, മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ, വെള്ളം കുടിക്കുന്നോ? ഉപ്പിട്ട് നല്ല നാരങ്ങ വെള്ളം എടുക്കാം. വേണ്ട മാഡം, താങ്ക്സ്. എന്നാ ശരി, താങ്ക്സ്. ഓക്കെ മാഡം. ഇക്കണക്കിന് പോയാലേ ഈ ലോകം എവിടെ ചെന്ന് അവസാനിക്കും, അല്ലേ അനിയ? അതെ അതെ. എന്താ ഇവിടെ? ഹലോ സാന്ദ്ര മാഡം. ഹലോ നന്ദൻ, ഓഫീസിലുണ്ടോ? നോ മാഡം, ഞാൻ അവിടെ ഇല്ല. ഞാൻ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ നിൽക്കുക. ഓ, അത് ശരി. സംസാരിക്കണോ? കൊടുക്കട്ടെ? ആ മാഡം, ഞാൻ വന്നോളാം. ഇത് നിന്റെ ഫോൺ. അയ്യോ, ഇനി 1 മിനിറ്റേ ഉള്ളല്ലോ. നീ നോക്കിയോ കൃഷ്ണ, രഘുവർമ്മൻ സാർ ഇപ്പൊ ഫോൺ വിളിക്കാം. ദേ ഇപ്പൊ. നിനക്ക് അത്രയ്ക്ക് ധൈര്യമാണോ? ധൈര്യമല്ല, വിശ്വാസം.
കൃഷ്ണ, ഞാൻ പറഞ്ഞില്ലേ ഗവർമെന്റ് സാർ ഫോൺ വിളിച്ചിരിക്കെന്ന്. സർ, സാറിന് 100 വർഷം ആയുസുണ്ട് സർ. അയ്യോ, കൃഷ്ണ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ദാ വന്ന് നോക്ക്, രവിവർമ്മൻ സാറ്. എവിടെ? അയ്യോ കൃഷ്ണ, രവിവർമ്മൻ സാർ എവിടെ? അതാണ് ഞാനും ചോദിച്ചത്. ഇല്ല കൃഷ്ണ, ഞാൻ സാർ ഇവിടെ നിൽക്കുന്നത് കണ്ടതാ. എന്നിട്ടെവിടെ? ഇത് നിന്റെ വെറും തോന്നലായിരിക്കും. തോന്നലോ? ആ പയ്യൻ ആദ്യമായിട്ടാ വീട്ടിൽ വരുന്നത് സാറേ. ഞാൻ ഇന്നൊരാവശ്യമായിട്ടേ കോർപ്പറേഷൻ ഓഫീസിൽ പോയിരുന്നു. വൈകി വന്ന കാരണം ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല. അത് കേട്ടതും ആ പയ്യൻ ഫോൺ വഴി ഭക്ഷണം വരുത്തിച്ചു. കൂട്ടത്തി ഈ സ്വീറ്റ്സും. എന്ത് രുചിയായിരുന്നോ. ഞങ്ങള് രണ്ടാളും ആ ഭക്ഷണം കഴിച്ചതാ. ശരി, ഞാനിപ്പോ വന്നത് ക്ഷമ ചോദിക്കാണ്. അയ്യോ, ക്ഷമയോ? സാറെന്തിന് ക്ഷമ ചോദിക്കുന്നേ? എന്ത് കാര്യത്തിനാ? ഞാൻ ശ്രീലക്ഷ്മിയെ കോയമ്പത്തൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. പിന്നീട് അത് ക്യാൻസൽ ചെയ്തിരുന്നെങ്കിലും ആ സംഭവം നിങ്ങളുടെ മനസ്സിന് ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം. അതിനെ ഇപ്പോ ക്ഷമ ചോദിക്കുന്നത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല സാറേ. നോക്ക്, സാറിനെ പോലൊരു വലിയ മനുഷ്യനെ ഞങ്ങൾ ജീവിതത്തിൽ ഇതേവരെ കണ്ടിട്ടില്ല. സാറിന്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു വിഷമം ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല. ഞങ്ങളുടെ മോള് കാരണം സാറിന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാറ് വേണം ഞങ്ങളോട് ക്ഷമിക്കാൻ. അങ്ങനെയൊന്നുമില്ല. ശരിയപ്പോ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ സാറ് പോകല്ലേ, ഭക്ഷണം കഴിച്ചിട്ട് പോ. എല്ലാം റെഡിയാണ്, ഇനി എടുത്ത് വിളമ്പിയാ മതി. വേണ്ട, അത് ഇനിയൊരിക്കല. നൗ ഐ ആം ബിസി. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ വരുമ്പോ പറഞ്ഞോളൂ, ഞാൻ ഇറങ്ങുന്നു, പോണം. ശരി സാർ. എന്താ സാറേ കാണിക്കുന്നേ? UP സ്കൂളിലെ ഡിസിപ്ലിൻ സാറിനെ പോലെ അവിടെ പോയി ഒളിച്ചു നോക്കി നിൽക്കേണ്ട കാര്യം എന്താ? ജോലിക്ക് തടസ്സം വരുത്താതെ അവരെന്ത് കാണിച്ചാലും നടക്കട്ടെ എന്നേ. ആ ചെറുക്കനൊരല്പം ഓവർ സ്മാർട്ടാ. അത് മറ്റുള്ളവർക്ക് പ്രശ്നമല്ലെങ്കിൽ അത് അവന്റെ പേഴ്സണൽ മാറ്റർ എന്ന് പറഞ്ഞ് വിട്ടേക്കണം. അല്ലാതെ അവന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് അവനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് സാറിന്റെ പ്രഷ്യസ് ടൈം ഇങ്ങനെ വേസ്റ്റ് ആക്കല്ലേ. സി, ജോലി സംബന്ധമായി അവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ ദാറ്റ്സ് സീരിയസ്. അല്ലാതെ ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് മറക്കാം. ജസ്റ്റ് ലീവ് ഇറ്റ്. സാറ് ചില സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഹേസ്റ്റി മൂവ്സും ടെൻഷൻസും ഒക്കെ തലയിൽ ചുമക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അഡ്വൈസിന് നന്ദി. പക്ഷേ ഞാനിതൊന്നും ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല സന്ദ്ര മാഡം. ആണ്ടിയോട് എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിപ്പറിയൂ എന്നൊരു ചൊല്ലുണ്ട്. ഈ ചെറുക്കന്റെ യഥാർത്ഥ നിറം നമ്മൾ ഇനിയും കാണാനിരിക്കുന്നേ ഉള്ളൂന്നാ.
Oh my God! This can't be true. എന്തൊരു മാഡം? I can't go now. It's in London. മാഡം കാര്യം പറഞ്ഞില്ല. ഇത്തവണ ഇത് മുംബൈയിൽ വെച്ചിട്ടാണെന്ന് കരുതിയിട്ടാ ഞാൻ പോവാന്ന് സമ്മതിച്ചത്. ഇത് പക്ഷെ ലണ്ടനിലൊക്കെ പോവാന്ന് വെച്ചാ നോ വേ. എനിക്ക് എന്റെ ഡാഡിയേക്കാൾ വലുതല്ല ഒരു കോൺഫറൻസും. നന്ദന്റെ കാര്യം ഞാൻ മനഃപൂർവ്വം സാറിനെ പ്രൊവോക്ക് ചെയ്യാൻ എടുത്തിട്ടതാ. എന്നിട്ട് സാറിന്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പോഴെങ്കിലും സാറ് മനസ്സിലുള്ളത് എന്റെ മുഖത്ത് നോക്കി പറയുന്നു കരുതി. പക്ഷെ പറഞ്ഞില്ല. പകരം നന്ദനെ കുറിച്ച് വളരെ ബുദ്ധിമുട്ടി ചില നല്ലതുകൾ പറയാൻ തുടങ്ങി. പാവം, പിന്നെ തോന്നി സാറിനെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു. കൊള്ളാം, നീയേ നല്ല കളിയാ കളിക്കുന്നേ. അല്ലടി, നിനക്ക് നിന്റെ ആഗ്രഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഉദ്ദേശവുമില്ലേ? എന്നുവെച്ചാ? നോക്ക് ശ്രീ, ഇതുപോലുള്ള കാര്യങ്ങളിൽ കുട്ടിക്കളി പാടില്ലെന്ന എന്റെ അഭിപ്രായം. രവിവർമ്മൻ സാർ ഐ ലവ് യു എന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ നീ ഇങ്ങനെ വീണ്ടും വീണ്ടും സാറിനെ പരീക്ഷിക്കുന്നേ? പരീക്ഷണമൊന്നുമല്ല. എന്നാലും എന്റെ മുഖത്ത് നോക്കി സാർ അത് നേരിട്ട് പറഞ്ഞില്ലല്ലോ. അത് കേൾക്കാൻ കൊതിയായിട്ട്. എന്ന് വെച്ച് നീ ഇങ്ങനെയൊക്കെ പെരുമാറിയാ ചിലപ്പോ സാറിന്റെ മനസ്സ് മാറിയാലോ. അത് അപകടമല്ലേന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനൊന്നും സംഭവിക്കില്ല കൃഷ്ണ. അദ്ദേഹം രവിവർമ്മൻ സാറാ, രവിചന്ദ്രവർമ്മൻ. മനസ്സിലൊന്നും വാക്കിലൊന്നും വെച്ച് പ്രവർത്തിക്കുന്ന ആളെ അല്ല സാർ. അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഞാനുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലും അതിൽ മാറ്റം ഉണ്ടാവില്ല, ഒരിക്കലും. പക്ഷേ എനിക്ക് ആ ആഗ്രഹം മനസ്സിന്ന് പോകുന്നില്ല കൃഷ്ണ. എന്റെ മുഖത്ത് നോക്കി തന്നെ അദ്ദേഹത്തിന്റെ ഇഷ്ടം എന്നോട് പറയണം. അതുവരെ ഞാൻ കാത്തിരിക്കും, നടക്കുന്നത് വരെ. ഓക്കെ, പ്രേമത്തിൽ ഇത്തരം വാശികളും നിർബന്ധ ബുദ്ധികളും പതിവാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ചോദ്യം, ഈ കാത്തിരിപ്പിനിടയില് നിങ്ങളുടെ പ്രേമത്തിന് തന്നെ എന്തെങ്കിലും സംഭവിച്ചാലോ? നോ, ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. എന്റെ പ്രണയത്തിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് കൃഷ്ണ. ഇതേ ശ്രീലക്ഷ്മിയും രവിവർമ്മനും തമ്മിലുള്ള പ്രണയാണ്. 10 മാറ്റുണ്ട് അതിന്. തനി തങ്കം. നിങ്ങൾ കണ്ടല്ലോ, എല്ലാ കാര്യത്തിലും അച്ഛന്റെ കൂടെ നിൽക്കുന്ന മോള് പോലും കൂറുമാറി. തോളി കിടക്കുന്ന ടവലെടുത്ത് തലവഴി മൂടിക്കോ, ചമ്മല് പുറത്ത് കാണിക്കണ്ട. അവക്ക് രവിവർമ്മൻ സാറിന്റെ മനസ്സാ ഇഷ്ടം, നിങ്ങളുടെ അല്ല.